എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം സാധിക്കുമോ എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചിട്ട് നടക്കുമോ ഇല്ലയോ എന്ന് ചിന്തിച്ചിട്ട് വീഡിയോ കാണാം കേട്ടോ. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഒരേപോലെ റെസണേറ്റ് ആവില്ല. നിങ്ങൾക്ക് ഉള്ള മെസ്സേജ് ഉണ്ടെങ്കിൽ എടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വിവാഹ സംബന്ധമായിട്ടോ എന്തെങ്കിലും തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുത്താൽ അതിന്റെ തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് അതിന് പരിഹാരം പറഞ്ഞു തരൂ കേട്ടോ. അത് നോക്കിയിട്ട് അപ്പൊ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും തരണം. പേഴ്സണൽ റീഡിങ്ങിന് ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ദയവായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിന്. അങ്ങനെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമോ? വ്യൂവേഴ്സ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമോ? അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന കിങ് ഓഫ് വാണ്ട് വന്നു. അപ്പൊ നിങ്ങളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളൊരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. നിങ്ങള് ലീഡർ സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ അത്രയും കഴിവുണ്ടായിരിക്കും നിങ്ങൾക്ക്. സ്വന്തം ഐഡിയാസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്. അത് നിങ്ങളുടെ ആ കഴിവിലൂടെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും വിജയം കൈവരിക്കാൻ സാധിക്കും എന്നാണ് പറയണത്.
നിങ്ങൾക്ക് സ്വന്തമായിട്ട് അഭിപ്രായമൊക്കെ ഉള്ള ആൾക്കാരാണ്. നിങ്ങളുടെ ലക്ഷ്യബോധത്തിൽ നിങ്ങൾ എത്തിച്ചേരുന്ന ആൾക്കാരാണ്. നിങ്ങളെ ഒരു ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തികളാണ് നിങ്ങളെ. അപ്പൊ നിങ്ങൾ ആ ഒരു നേതാവിന്റെ റോളിലേക്ക് നിങ്ങൾ എത്തും. നിങ്ങൾക്ക് ആ ദീർഘവീക്ഷണമുണ്ട്. നിങ്ങളത് ഒരു നേതാവിന്റെ റോളിലേക്ക് നിങ്ങൾ എത്തും. നിങ്ങളെല്ലാ കഴിവുണ്ട് നിങ്ങൾക്ക്. ഇതിപ്പോ ലവേഴ്സ് ആണ് കാണുന്നെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇതില് നിങ്ങളുടെ റിലേഷൻഷിപ്പില് ചെറിയൊരു തേർഡ് പാർട്ടി ഉണ്ടെന്ന് പറയാം. അത് ഇപ്പൊ സാമ്പത്തിക ആവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ വീട്ടുകാരാവാം, ഫാമിലിയിലുള്ളവരാരെങ്കിലും ഒക്കെ ആയിരിക്കാം. അങ്ങനെ തേർഡ് പാർട്ടി എന്തും ആവാം കേട്ടോ. അങ്ങനെ ഒരു ചെറിയൊരു പ്രയാസങ്ങളുണ്ട്. ഇപ്പൊ ഫാമിലിയിലായാലും ശരി, ചെറിയൊരു പ്രശ്നങ്ങള് ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ വന്നിരിക്കണേ ഏസ് ഓഫ് പെന്റക്കൽസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഏസ് ഓഫ് പെന്റക്കൽസ് എന്ന് പറയുമ്പോൾ എന്താ, നിങ്ങൾ ഒരു പുതിയൊരു തുടക്കം എന്തെങ്കിലും നിങ്ങൾ ആരംഭിക്കാനായിട്ട് നിങ്ങൾ പോവാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾ എന്തോ ഒന്ന് ആരംഭിക്കാൻ പോകുന്നുണ്ട് നിങ്ങൾ. ഇനി നിങ്ങള് സ്നേഹിച്ചിരുന്നവർ, നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ നിങ്ങള് ഇപ്പൊ നോ കോണ്ടാക്ട് ആണ്, മിണ്ടുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ ന്യൂ ബിഗിനിങ് പറയുന്നുണ്ട്. നിങ്ങൾ മിണ്ടാനായിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് മിണ്ടാനോ നിങ്ങളെ വന്ന് കാണാനോ ഒക്കെ ഒരു സമയമായി എന്നാണ് പറയണത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു അബണ്ടന്റ് വരുന്നു എന്നാണ് പറയുന്നത്. പ്രോപ്പർട്ടിയും, വീട്, കാറ്, സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നാണ് പറയണത്. പിന്നെ എന്താ, സക്സസ് നിങ്ങൾക്ക് ലൈഫില് എല്ലാ കാര്യങ്ങൾക്കും സക്സസ് ആണ് ഇനി വരുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക്. അഭിവൃദ്ധിയും സമ്പത്തും എല്ലാം ഉണ്ടാവാൻ പോകുന്നു പറയുന്നത്. നിങ്ങൾക്ക് പുതിയ പുതിയ അവസരങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നു. സമൃദ്ധിയും സ്ഥിരതയും സുരക്ഷിതത്വവും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വരുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ ആവാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും വിജയമാണ് നിങ്ങൾക്ക് പറയണത്. ഭാഗ്യം വരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് നിങ്ങൾക്ക് വിജയം വരുന്നു, കഠിനാധ്വാനം കൊണ്ട് വിജയം വരുന്നു നിങ്ങൾക്ക് എന്നാണ് പറയണത്. ഇത് നിങ്ങൾ എന്തിനു വേണ്ടിയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും ദൈവത്തോട്, നിങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനേലൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ആ ശക്തി നിങ്ങൾ ആരടുത്താണോ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്, അത് നിങ്ങൾ വിളിക്കുന്ന ആ ശക്തി അത് കേട്ടിട്ടുണ്ട്. അവര് നിങ്ങളെ പ്രാർത്ഥിക്കുന്ന ആ ശക്തി നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരുന്നുണ്ടെന്നാണ് പറയണത്. നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ ഇനി നീതി കിട്ടും എന്നാണ് പറയണത്. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അത് നിങ്ങൾക്ക് നേടിത്തരും, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നാണ് പറയണത്. നിങ്ങൾക്ക് അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ ശക്തി നിങ്ങളുടെ ഒപ്പം ഉണ്ട്, നിങ്ങൾക്ക് നല്ല വഴി കാണിച്ചു തരാനായിട്ട് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിന്റെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ തീർന്ന ഒരു അതൊക്കെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ തീരാൻ പോവാണെന്നാണ് പറയണത്. ഇനിയും നല്ലൊരു സമയം വരാൻ പോകുന്നു എന്നാണ് പറയണത് കേട്ടോ. ഇനി നിങ്ങളുടെ ജീവിതത്തില് ഇപ്പൊ നിങ്ങള് ലവേഴ്സ് ആണെന്ന് കാണുന്നെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നോ കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ തന്നെ ഇനി അവര് നിങ്ങൾ തമ്മില് നിങ്ങളുടെ വ്യക്തി നിങ്ങളും തമ്മില് ഒന്നിച്ചു ചേരാൻ പോകുന്നു. ന്യൂ ബിഗിനിങ് പറയുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയണത്. അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല, അവർ നിങ്ങളിലേക്ക് തന്നെ വരണു. ഇപ്പൊ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം അവസാനിച്ചു. ഇനി നല്ലൊരു കാലത്തിലേക്കുള്ള നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് എന്നാണ് പറയണത്. ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളുടെ തീർന്നു കേട്ടോ. ഇനി നിങ്ങൾക്ക് നല്ലത് വരും എന്നാണ് പറയണത്. പിന്നെ ഇനി നിങ്ങൾക്ക് മനസ്സിന് സംതൃപ്തി, സമാധാനം, നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പോകണമെന്ന് പറയാം. നിങ്ങൾക്ക് എല്ലാ പ്രതീക്ഷകളും സംതൃപ്തി, ആനന്ദം എല്ലാം നിങ്ങളിലേക്ക് നല്ലതാണ് ഇനി വരാൻ പോകുന്നത്. നിങ്ങളുടെ ബന്ധം, കുടുംബ ജീവിതം എല്ലാം ഇനി സന്തോഷ സമാധാനം ഒക്കെ ഉള്ളതായിരിക്കും. നിങ്ങൾക്ക് നല്ലൊരു പ്രണയബന്ധങ്ങൾ ഉണ്ടാവാം. അല്ലെങ്കിൽ ഉള്ളത് തന്നെ നന്നായിട്ട് വരുന്ന പറയുന്നത്. അല്ലെങ്കിൽ ഒരു പുതിയ ബന്ധം, അല്ലെങ്കിൽ സന്തോഷമായ ബന്ധം എല്ലാം നല്ലതാണ്.
ദാമ്പത്യം ഉണ്ടാവാ, എല്ലാം സൗഹൃദം എല്ലാം നിങ്ങളിലേക്ക് ഇനി വരാണ്. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും നിങ്ങളിലേക്ക് വരും. നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ. ഫാമിലിയിലായാലും ഇപ്പൊ ഇനി നിങ്ങൾക്ക് സന്തോഷ സമാധാനമൊക്കെ ഇനി വരുന്നു എന്നാണ് പറയണത്. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാവും, നല്ല ജീവിതം ഉണ്ടാവും ഫ്യൂച്ചറിൽ കേട്ടോ. ഇപ്പൊ സ്നേഹിക്കുന്നവരാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു മാരേജിന് സമയമായി എന്നാണ് പറയുന്നത്. ഇനി സന്തോഷകരമായ ദാമ്പത്യം, സന്തോഷം, സമാധാനം, ആഘോഷം ഇതൊക്കെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് പറയണത്. നിങ്ങൾക്ക് ഒരു കുറെ പേർക്കൊക്കെ വളരെ നല്ലതാണ്. കുറച്ച് പേർക്കൊക്കെ ഇത് ഒരുപാട് പേരുടെ എനർജി ഉള്ളതുകൊണ്ട് കുറച്ച് പേർക്കൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും വരും കേട്ടോ. അപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് ആ വ്യക്തി നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്നാണ് പറയണത്. അപ്പൊ അതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങള്, ഒരു കൺഫ്യൂഷൻ ആയിട്ടിരിക്കുക. ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഓപ്ഷൻ ഉണ്ട്, നിങ്ങളല്ലാതെ വേറെ ഉണ്ട്. ഇപ്പൊ അത് തേർഡ് പാർട്ടി ഏതിലായാലും ജോലി ആയാലും ധനപരമായിട്ട് അല്ലെങ്കിൽ ബന്ധുക്കൾ ആര് വേണമെങ്കിലും ആവാം. അപ്പൊ രണ്ട് കാര്യങ്ങളുണ്ട്, അതിന്റെ ഇടയിൽ കിടന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ് ഒരു ആശയക്കുഴപ്പത്തിലിരിക്കുകയാണ്, ഏതാണ് തെരഞ്ഞെടുക്കണ്ടേ, ഏതാണ് ശരി എന്നറിയാതെ ഇങ്ങനെ ഒരു ടെൻഷനിൽ, ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. പല കാര്യങ്ങളിൽ ആശയക്കുഴപ്പമാണ് പറയുന്നത്. ഓപ്ഷൻ ഉണ്ട്, അതിനാൽ തളർന്നിരിക്കുകയാണ്, മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, ആകെ സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ പറയുന്ന. നിങ്ങളുടെ ഇടയില് ഒരു നിങ്ങളിലേക്ക് ആരോ ഒന്ന് വരുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരോ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്കൊരു ഇപ്പൊ ഇനി സമാധാനം, സംതൃപ്തിയൊക്കെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ ഇപ്പൊ അടുത്ത കാലത്ത് ചെയ്ത ജോലിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിനന്ദനങ്ങൾ കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾ പൈസ കിട്ടാൻ നിങ്ങൾക്ക് എന്തെങ്കിലും, നിങ്ങൾ എന്തിനു വേണ്ടിയാണോ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് നിങ്ങൾക്ക് ഫലം ലഭിക്കാൻ പോകുന്നു. ഇപ്പൊ നിങ്ങൾ സ്നേഹിച്ചിരിക്കുന്ന റിലേഷൻഷിപ്പ് ഉള്ളവരാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വിവാഹം നടക്കാൻ പോകുന്നു, റീയൂണിയൻ നടക്കാൻ പോകുന്നു. സന്തോഷമാണ് പറയണത് കേട്ടോ. വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പോകുന്നു, സന്തോഷ സമാധാനം, ഒരു സെലിബ്രേഷൻ ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ആഘോഷം, അത് വിവാഹത്തിന്റെ ആഘോഷം, അല്ലെങ്കിൽ നിങ്ങളിപ്പോ വീണ്ടും കണ്ടുമുട്ടുക, അങ്ങനെ ഭയങ്കര ഒരു ആഘോഷമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. റീയൂണിയൻ, സക്സസ്, സെലിബ്രേഷൻ, നിങ്ങളുടെ ലൈഫിൽ ഒരു സെലിബ്രേഷൻ നടക്കാൻ പോകുന്നു എന്നാണ് പറയണത് കേട്ടോ. പിന്നെ നിങ്ങളിലേക്ക് നിങ്ങൾ ഒരു ബന്ധത്തിന്റെ, സൗഹൃദത്തിന്റെ ഒക്കെ വിജയമായ നല്ലൊരു മനോഹരമായ തുടക്കമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ വേർപിരിഞ്ഞിരിക്കുന്നു, കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ തന്നെ ഒന്നിക്കാൻ പോകുന്നു. ഒരു അത്ഭുതം തന്നെ നിങ്ങൾക്ക് ഉടനെ സംഭവിക്കാൻ പോകുന്നു എന്നാണ് പറയണത്. നിങ്ങൾ ആശ്ചര്യപ്പെടുന്ന ഒരു സംഭവം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. പ്രതീക്ഷിക്കാത്ത സമ്മാനം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. നിങ്ങൾക്ക് സന്തോഷ വാർത്ത നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കാൻ ഇടവരും എന്നാണ് പറയണത്. സന്തോഷകരമായ സംഭവങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത്. മാരേജിന് സമയമായി, ഒരു കൂടിച്ചേരലിന് സമയമായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നോ കോണ്ടാക്ട് ആണെങ്കിൽ പോലും നിങ്ങൾ ഇനി റീയൂണിയനോ അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹ നിശ്ചയം, വിവാഹം, ഇതെല്ലാം നിങ്ങൾക്ക് നടക്കാൻ പോകുന്നു. സന്തോഷകരമായ ജീവിതമാണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് കേട്ടോ. ഇത് നല്ല കാർഡുകളാണ് വന്നിരിക്കുന്നത്. സാമ്പത്തിക കാര്യങ്ങളും വളരെ നല്ല രീതിയിലൊക്കെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പറഞ്ഞത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ അത്യാവശ്യത്തിനുള്ള പൈസയൊക്കെ നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾക്ക് ബിസിനസ്സിലായാലും എന്തെങ്കിലും നിങ്ങൾക്ക് ഇത്തിരി പൈസയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കേട്ടോ. നിങ്ങള് നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുമെന്നാണ് പറയുന്നത്. എല്ലാ കാര്യത്തിലും ഇനി ഒരു മിതത്വം പാലിച്ചുകൊണ്ട് പോകണം എന്നാണ് പറയുന്നത്. ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് പോവാ. ലൈഫിലായാലും അധികം കൂടുതൽ ദേഷ്യ സങ്കടങ്ങൾ അങ്ങനെയൊന്നും വരാതെ ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് പോകണം എന്നാണ് പറയണത് കേട്ടോ. റിലേഷൻഷിപ്പിലായാലും മാരേജ് ലൈഫിലായാലും ബാലൻസ് കീപ്പ് ചെയ്ത് പോകണം എല്ലാവരുടെയും എന്നാണ് പറയണത്. പിന്നെ കുറച്ച് പേർക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ട്. കുറച്ച് പേർക്ക് ഇത് ഒരുപാട് പേര് കാണുന്നില്ലേ, അപ്പൊ
കുറച്ച് പേർക്ക് വളരെ കൂടുതൽ പേർക്കും വളരെ നല്ല നല്ല കാർഡുകളാണ് വരുന്നത്. കുറച്ച് പേർക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടുകളും വരുന്നുണ്ട്. ബുദ്ധിമുട്ടുള്ള ഒരു തീരുമാനം തീരുമാനം എടുക്കേണ്ട സമയം, ആകെ സ്റ്റക്കായി നിൽക്കാണ്. എന്ത് ചെയ്യണം, ഏത് തെരഞ്ഞെടുക്കണം, ഒന്നിൽ കൂടുതൽ കാര്യങ്ങളുണ്ട് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏതാണ് എടുക്കേണ്ടത് എന്നറിയാതൊക്കെ നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കണം. ഒരു തീരുമാനം എടുക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞ നിങ്ങളിപ്പോ റിലേഷൻഷിപ്പിലാണെങ്കിലും ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പൊ അത് ആരെടുക്കണം, അങ്ങനെ ഒരു കൺഫ്യൂഷനിലൊക്കെ ഉണ്ടെന്നാണ് പറയണത്. നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ പങ്കാളി ഇപ്പൊ നോ കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ചു പേർക്ക് ജോലിയിലായാലും ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം, ഒരു സ്തംഭനാവസ്ഥ, എല്ലാത്തിലും ഒരു സ്തംഭനാവസ്ഥയാണ് പറയണത്. ചിലർക്ക് ജോലി ഇപ്പൊ ഒരു സ്തംഭനാവസ്ഥയിൽ ഇരിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ റിലേഷൻഷിപ്പിൽ ഉള്ളവരാണെങ്കിൽ അവരുടെ ഒരു നോ കോണ്ടാക്ട്, ഒരു സ്തംഭനാവസ്ഥയിൽ ഇരിക്കുന്ന പ്രതിസന്ധി, ഒരുപാട് പ്രശ്നങ്ങള്, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്നു. മൊത്തത്തിലാകെ കൺഫ്യൂഷനായിട്ട് കുറച്ചു പേർക്ക് അങ്ങനെയുണ്ട് എന്നാ പറയണത്. പിന്നെ നിങ്ങളൊരു അധികാരമുള്ള ഒരു വ്യക്തിയാണെന്നാ പറയണത്. ഔദ്യോഗിക പദവിയൊക്കെ ഉണ്ടാവാൻ അത്രയും നിങ്ങൾക്ക് കഴിവുണ്ടെന്നാണ് പറയണത്. നിങ്ങൾക്ക് നല്ല ജാഗ്രതയുള്ള വ്യക്തികളാണ് നിങ്ങൾ. വളരെയധികം ചിന്തിച്ചതിന് ശേഷമൊക്കെ നിങ്ങൾ പ്രവർത്തിക്കൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ നേതൃത്വം, തന്ത്രം, വൈദഗ്ധ്യം, എല്ലാ മാറ്റങ്ങളും നിങ്ങൾ നവീകരിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നാണ് പറയുന്നത്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് നിങ്ങൾ നോക്കില്ല. നിങ്ങൾക്ക് തോന്നുന്ന പോലെ നിങ്ങൾ ചെയ്യും. നിങ്ങൾ തോന്നുന്ന പോലെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് പറയണത്. പിന്നെ കുറച്ചു പേർക്കൊക്കെ ഇത്തിരി പ്രയാസം, ഒരു ഏറ്റുമുട്ടല്, ഭയം, ഉത്കണ്ഠ ഉണ്ടാവുക, ഒരു ആശയക്കുഴപ്പം ഉണ്ടാവുക, എന്തെങ്കിലും കാരണം കൊണ്ട് ചെറിയ എന്തെങ്കിലും പരിക്കേൽക്കാൻ ഒരു സാധ്യത, ഒരു കെണിയിലകപ്പെട്ട പോലെ, ഒരു കുടുക്കിലകപ്പെട്ട പോലെയൊക്കെയാണ് കുറച്ചു പേർക്ക്. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷൻ ആണെന്നാണ് പറയുന്നത്. ഒരുപാട് വെല്ലുവിളികളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരാ. പക്ഷെ നിങ്ങൾ ഈ അനുഭവിക്കുന്ന വെല്ലുവിളികൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അതിന് വേണ്ട രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാല് നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാം. ശ്രമിച്ചാൽ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് എല്ലാ കുടുക്കിന്നും നിങ്ങൾക്ക് ഊരിപ്പോരാവുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. നിങ്ങൾ ഒരു തടവിലാക്കപ്പെട്ട പോലെ, നിങ്ങളുടെ ശക്തിയെല്ലാം നഷ്ടപ്പെട്ട പോലെ, നിങ്ങൾക്ക് കാഴ്ചപ്പാടിലൊക്കെ മാറ്റം വരാം. ഒരു നിഷേധാത്മകമായ സംസാരം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കുറച്ച് പേര് പോകുന്നുണ്ടെന്നാണ് പറയണത് കേട്ടോ. കൂടുതൽ പേർക്ക് നല്ലതാണ് വന്നിരിക്കണത്. കുറച്ച് പേർക്ക് മാത്രം കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.